ലേക്ക് സ്വാഗതം. +1 ഏകജാലക പ്രവേശനത്തിന്റെ HSC സപ്ലിമെന്ററി അലോട്ട്മെന്റ് ന്യൂ ആപ്ലിക്കേഷൻ, അതായത് പുതിയ അപേക്ഷ സമർപ്പിക്കാം. നിലവിലെ അപേക്ഷ എങ്ങനെ എഡിറ്റ് ചെയ്യാം, ഇതിന്റെ അപേക്ഷ എന്ന് മുതലാണ് ആരംഭിക്കുന്നതെന്ന് പല വിദ്യാർത്ഥികൾ നമ്മോട് ചോദിച്ചിരുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തോളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമറിയുന്ന വാർത്തയാക്കാം. +1 ഏകജാലക പ്രവേശനത്തിന്റെ HSC സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും നിലവിലെ അപേക്ഷയിലെ എഡിറ്റുകൾ ചെയ്യുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. അപ്പോൾ നിലവിലിപ്പോൾ അതിന്റെ അപേക്ഷ ആരംഭിച്ചിട്ടില്ല എങ്കിലും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്. നിങ്ങളുടെ എങ്ങനെയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള രീതികളിലാണ് പറയുന്നത്. ഒന്നാമത്തെ കൂട്ടുന്നത് മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെന്റുകളിലും അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതെ പോയവർ. ഇപ്പം നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെന്റിലും രണ്ടാം അലോട്ട്മെന്റും മൂന്നാം അലോട്ട്മെന്റിനൊക്കെ അപേക്ഷ സമർപ്പിച്ചിരുന്നുവെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകാം. അതായത് നിങ്ങൾ അപേക്ഷ റിന്യൂ ചെയ്ത് നൽകണം എന്നർത്ഥം. റിന്യൂ ചെയ്യാത്ത അപേക്ഷകൾ ഒരിക്കലും പരിഗണിക്കില്ല. ഇനി ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, ഇപ്പോൾ SLC പരീക്ഷയൊക്കെ വന്നത് കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതെ പോയവർക്കും ഈ ഘട്ടത്തിൽ അവസരമുണ്ട്. അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റ് വന്നത് മൂലം അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർ. അപേക്ഷയിൽ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് വന്ന കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടും അഡ്മിഷൻ നിരാകരിക്കപ്പെട്ടു പോയവർ. നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് വന്നത് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി, പക്ഷെ അത് അലോട്ട്മെന്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നിരാകരിക്കപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പിന്നെ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം അപേക്ഷ പരിഗണിക്കപ്പെടാതെ പോയവർ. ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം നിങ്ങളുടെ അപേക്ഷ പരിഗണിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ അവസരമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഈ സപ്ലിമെന്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ നിലവിലിപ്പോൾ അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഉടൻ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അപേക്ഷ ഉണ്ടാകും. തീർച്ചയായും സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസിന് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ കാണുന്നവർ മിസ് കരുത് ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ. Thanks for watching. Bye.